ഹലോ, ഞാൻ സോണിച്ചൻ വാദപ്പള്ളി. വെൽക്കം ടു മൈ ചാനൽ സോണീസ് ബെസ്റ്റ്. ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ്. നമ്മുടെ നാട്ടിലെ ചിക്കൻ കറി. അതിന് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ചിക്കൻ ഉണ്ട്, സബോള ഉണ്ട്, പിന്നെ ജിഞ്ചർ, ഗാർലിക്, പിന്നെ കുറച്ച് സ്പൈസസ് എന്ന് പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഉലുവാപ്പൊടി, പിന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങൾ വളരെ സിമ്പിൾ. അപ്പോൾ നമുക്ക് ആ ഇൻഗ്രീഡിയൻസിലേക്ക് ഒന്ന് കിടക്കാം. വരും നമുക്ക് അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമ്മുടെ ചിക്കനാണ്. ഇത് 10 പൗണ്ട് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ തായ് ഫ്രഷ് ഫ്രോസൺ. നമുക്കിവിടെ ലൈവ് കിട്ടാൻ വലിയ പാടാണ്. ഫ്രഷ് ഫ്രോസൺ നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്താണ് ചിക്കൻ തായ്. അത് ചെറിയ പീസുകളാക്കി ഞാൻ. പിന്നെ നമ്മുടെ ഒണിയൻ, ഇത് ഏകദേശം ഒരു 3/4 കിലോകളുണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ ഒരു 2 പൗണ്ട്. ഓക്കെ, പിന്നെ നമുക്കിവിടെ ഉള്ളത് ഇത് ജിഞ്ചർ. ഇത് ഏകദേശം ഒരു 100 ഗ്രാം ഇഞ്ചിയാണ്. ഇഞ്ചി നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇത് ഏതാണ്ട് ഒരു 50 ഗ്രാം ഗാർലിക് പൊടിയായിട്ട് അരിഞ്ഞതാണ്. അത് ഞാനത് വേറെ സെപ്പറേറ്റ് മിക്സ് ചെയ്യാൻ പോവാണ്. ഇത്ര നമുക്ക് വേണ്ട. നമുക്കൊരു ടേബിൾ സ്പൂൺ മതിയാവും. ഞാൻ കുറച്ച് കൂടുതൽ ഇവിടെ എടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് വേണ്ട ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിപ്പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഉലുവാപ്പൊടി. ഇത് ആവശ്യത്തിന് ഉപ്പ്. അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ചിക്കൻ, ഒണിയൻ, ginger, garlic, coriander and turmeric, chili and half teaspoon fenugreek powder. Okay, ഇത്രയും സാധനമാണ്. പിന്നെ ഇനഫ് സാൾട്ട് ഫോർ ദ ടേസ്റ്റ്. ഞാൻ ഇവിടെ 2-3 കൂട്ടം സാധനങ്ങൾ വിട്ടുപോയി. ഇത് നമ്മുടെ കടുകാണ്, മസ്റ്റാർഡ് സീഡ്. ഓക്കെ, ഇത് ഫിനുഗ്രീക്ക്, ഉലുവ. ഓക്കെ, ഇത് നമ്മുടെ ഗരം മസാല, ഇത് കറിവേപ്പില. ഓക്കെ, അപ്പോൾ ഇത്രയും കൂട്ടം ഫ്രഷ് നമ്മളിലുണ്ട്. അതും കൂടി നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇത്രയും കൂടി സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എണ്ണ ഒഴിക്കാൻ പോവാണ്. സബോള എല്ലാം മുഴറ്റാനുള്ള എണ്ണയാണ്. എണ്ണ മൂത്തോട്ടെ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ, ഇത്തിരി കൂടുതലാണ്, കടുക് ഇട്ടു. ഈ കടുക് പൊട്ടി വരുമ്പോൾ, പൊട്ടി പകുതിയാകുമ്പോൾ നമ്മൾ ഫിനുഗ്രീക്ക്, ഉലുവ ഇടാൻ പോവാം. കേട്ടോ, ഏർലിയാണ്, സാരില്ല. ഇത് നമ്മളിത് അടച്ചു വെച്ചിരിക്കുന്നത് കടുക് പോയി ഇങ്ങനെ പൊട്ടി പുറത്ത് പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശമായി. ഇനി നമുക്ക് അതിനകത്തേക്ക് പൊടിക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് താമസിക്കണ്ട, നമ്മൾ ഓൾറൈറ്റ്. ഓക്കെ, നമ്മുടെ കറിവേപ്പില ഇടാൻ വിട്ടുപോയതാണ്. ചേക്കാം, കുഴപ്പമില്ല. അല്പം കറിവേപ്പില അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഇടുകയാണ്, ഗാർലിക്, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എണ്ണ വെച്ച് മീൻ ടൈം ഞാൻ നമ്മുടെ മുളക്, മല്ലി, മസാല ഒന്ന് ശരിയാക്കാൻ പോവാണ്. നമ്മുടെ മസാല റെഡിയാക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഒരു 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി എടുക്കാം. ഒരല്പം എന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ ഇത് നമ്മുടെ ഉലുവാപ്പൊടി. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പെടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. അല്പം വെള്ളം ഒഴിക്കുക. പേസ്റ്റ് അല്ല, അതിനേക്കാൾ കുറച്ചുകൂടി ലൂസാക്കി എടുക്കാം. ഈ സമയം നമ്മുടെ സബോള വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനത് പതുക്കെ തീ ഓഫ് ചെയ്തു. കാരണം നമ്മൾ ഇങ്ങോട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്.
നമ്മൾ തീ ഓഫ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. എന്നാലും അത് കാസ്റ്റ് അയണിൻ്റെ പാത്രമായതുകൊണ്ട് കരിയാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ റെഡിയാക്കി വെക്കുകയാണ്. നമ്മൾ സമയമാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് എടുക്കാം. അപ്പോൾ സാധാരണ ഞാനിങ്ങനെ ഇതിങ്ങനെ വഴറ്റുമ്പോൾ നമ്മുടെ ഒണിയനും ഇത് നല്ല കാരാമലൈസ് ആകുന്ന വരെ ഞാനിങ്ങനെ വഴറ്റിയെടുക്കും. ഇപ്പോൾ ഞാൻ ഹൈ ഹീറ്റിലാണ് ഇട്ടിരിക്കുന്നത്. ഇലക്ട്രിക് സ്റ്റൗവാണ്, ഹൈ ഹീറ്റിൽ. കാരണം വെച്ചാൽ ഞാനിവിടെ അടുത്തുണ്ടല്ലോ. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി വരട്ടെ. കരിഞ്ഞാൽ ടേസ്റ്റ് മാറും. ഒന്നും സംഭവിക്കത്തില്ല, പക്ഷേ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ഇതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും പരിപാടിക്ക് നമ്മൾ പോവുകയോ എന്തെങ്കിലും ചെയ്താൽ കരിഞ്ഞു പോകും. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെയുള്ള ഞാൻ നേരത്തെ ഒരു ഇതുപോലത്തെ സ്പൂണ് നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു. അത് ഈട്ടി കൊണ്ടുള്ള സ്പൂണായിരുന്നേ. നല്ല കനമായിരുന്നു. പിന്നീട് അത് അത്ര ഈട്ടി നമ്മൾ അതിൻ്റെ ഒരു കായും ബലമൊന്നും നമ്മൾ കഴിക്കാറില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സ്പൂൺ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വല്ല മാവോ പ്ലാവോ ആഞ്ഞിലിയോ അതുപോലെയുള്ള നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുന്ന സാധനങ്ങളുടെ തടി കൊണ്ട് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈട്ടി പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക. ഞാൻ വെച്ചിട്ട് വന്നു, പിന്നീടാണ് മനസ്സിലായത് അത് ശരിയാകത്തില്ല, അതിനകത്ത് വല്ല വിഷാംശം ഉണ്ടാവും, നമുക്കറിയത്തില്ല, ഒന്നും ഭക്ഷ്യയോഗ്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ മാറ്റി വെച്ചു. ഇത് ഇവിടുന്ന് ലോക്കൽ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഒലിവിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയതാണെന്നാണ് അതിൻ്റെ ലേബലിൽ പറഞ്ഞിരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഒലിവ് ഓയിലില്ലേ, അതിൻ്റെ തടി. സാധാരണ ചൈനയിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ തമ്മിലൊരു ലേബലൊന്നും ഉണ്ടാകത്തില്ല എന്ത് തടിയാണ് ഉപയോഗിക്കണമെന്നൊക്കെ. അതിങ്ങനെ ഇടയ്ക്ക് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇങ്ങനെ ഇതുപോലെയുള്ള ചില സാധനങ്ങൾ കാണാം. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ കൈയോട് വാങ്ങിച്ച് സൂക്ഷിച്ച് വയ്ക്കും. കാരണം ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയുള്ള അമേരിക്കൻ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം തടിയുടെ ഇത് പറയത്തില്ല അവർ, മിക്കവാറും ചൈനയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല മിക്സ് അല്പം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഒന്ന് വാഷ് ഔട്ട് ചെയ്തെടുക്കാം. ഞാൻ തീയൊന്ന് കുറച്ച് വയ്ക്കാൻ പോവാണേ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്ക് അത് അതിൻ്റെ ഹീറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. കരിഞ്ഞു പോകാതെ ഉണ്ട്, മൂട്ടിപ്പിടിക്കാതെ ഉണ്ട്. മൂട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് ഇങ്ങനെ തടി സ്പൂൺ കൊണ്ട് സ്ക്രൈപ്പ് ചെയ്യുക. മെറ്റൽ സ്പൂൺ ഇതിനകത്ത് ഉപയോഗിക്കരുത്. 1-2 പ്രാവശ്യം മെറ്റൽ സ്പൂൺ ഉപയോഗിച്ചതിൻ്റെയാണ് ചെറിയ സ്ക്രാച്ച് കാണുന്നത്. അതുകൊണ്ട് മെറ്റൽ സ്പൂൺ ഉപയോഗിക്കരുത്, തടി സ്പൂൺ ഉപയോഗിക്കുക. ഇതിപ്പോൾ വെള്ളം വിട്ട് കണ്ടില്ലേ, എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ സ്വല്പം വെള്ളം ചേർക്കുകയാണേ, ഒരു പൊടിക്ക് വെള്ളം. ഓക്കെ, ഒന്ന് ലൂസണപ്പ് ആക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ചിക്കനിലേക്ക് പിടിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും പൊടിക്ക് ലൂസണാക്കിയാൽ. എന്താ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ മിക്സ് ചെയ്യാൻ പോവാണ്. ചിക്കൻ കഴുകി ഉപ്പൊക്കെ ഇട്ട് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ചിലപ്പോൾ അടിയിൽ ചിലപ്പോൾ വെള്ളം കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മൊത്തം ഞാൻ കമത്തിയിടാത്തത്. ഓക്കെ, അധികം വെള്ളം. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിത് മീഡിയം ഹീറ്റിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നമ്മൾ ഹൈ ഹീറ്റിലേക്ക് ഇടുകയാണ്. ഹീറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ മൂട്ടി പിടിക്കും.
അപ്പോൾ നമുക്ക് നോക്കാം ചിക്കൻ ഇവിടെ ഫ്രൈ ആയിന്ന്. ഫ്രൈ ആയി, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ പല പ്രാവശ്യം ഞാനിപ്പോൾ ഇത് തുറന്ന് ഇളക്കി കൊടുത്തു മൂട്ടി പിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇവിടെ ഫ്രൈ ആയി. ഉണ്ടോ, വെള്ളമൊക്കെ ലൂസനായി. ഹൈ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്, ഹൈ അല്ല, മീഡിയം ഹൈ. യെസ്, ദാറ്റ്സ് വേർഡ്. ഇറച്ചി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ നമുക്ക് 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ക്ലോസ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. മൂടിയെടുത്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഓക്കെ, പൊടിക്ക് ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്ക് 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ ടച്ചിലേക്ക് കിടക്കാം. സീസൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഉപ്പെല്ലാം പാകമാണ്. ഞാൻ 2ാമത് ഉപ്പിട്ടായിരുന്നു. നന്നായിട്ട് വെൽ മിക്സായി. ഇനിയാണ് നമ്മൾ അല്പം ഗരം മസാല ഇടാൻ പോകുന്നത്. ഗരം മസാല ഇട്ടു. ഒന്നുകൂടി ഇളക്കിയേക്കാം. സാധാരണ ഞാൻ അങ്ങനെയാണ്, അധികം മസാല ഇടാറില്ല. ഓക്കെ, പെർഫെക്റ്റ്. നമുക്കൊരു പാത്രത്തിൽ മാറ്റാം പ്രസൻറ്റേഷന് വേണ്ടിയിട്ട്. തീ ഓഫ് ചെയ്തു. തൽക്കാലം നമുക്ക് നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് ഗാർണിഷ് ചെയ്യുക പ്രസൻറ്റേഷന് വേണ്ടിയിട്ട്. ലുക്ക് നൈസ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ സ്വല്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫോർ യുവർ ഹെൽത്ത്. അപ്പോൾ ആവശ്യത്തിന് മസാലയുണ്ട്, എരിവുണ്ട്, ടേസ്റ്റ് ഗുഡ്, വളരെ സോഫ്റ്റാണ്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇത് വളരെ സിമ്പിൾ ചിക്കൻ കറിയാണ്. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്കും ആകാം. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുക. അടുത്ത പ്രാവശ്യം നിങ്ങൾ ചിക്കൻ കറി വയ്ക്കാൻ പോകുമ്പോൾ ഇതുപോലെ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക. ഇപ്പോൾ ഈ ഓണിയനും ഇതൊക്കെ സ്വല്പം അങ്ങോട്ട് ഇങ്ങോട്ട് കയറി എന്തായാലും കുഴപ്പമില്ല. ഉപ്പും മുളകും മാത്രം നോക്കിയാൽ മതി, നമ്മൾ മേക്ക് ഷുവർ ആക്കിയാൽ മതി. യാദൃശ്ചികമായിട്ട് നിങ്ങൾ അധികം എന്തെങ്കിലും മസാല ചേർത്ത് എന്തെങ്കിലും കുത്തലുണ്ടെങ്കിൽ അല്പം പഞ്ചസാര ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ ടേസ്റ്റ് ആ മഞ്ഞളിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള സ്പൈസസിൻ്റെ കുത്തലുണ്ടെങ്കിൽ അല്പം പഞ്ചസാര ചേർത്താൽ മതി. ആ കുത്തലങ്ങ് പോകും കേട്ടോ. അപ്പോൾ അത് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റെസിപ്പി അനുസരിച്ച്, ഈ വീഡിയോ അനുസരിച്ച് കുക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അവരും കുക്ക് ചെയ്യട്ടെ. ഓക്കെ, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.